ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് അമ്മയുടെയും അച്ഛൻ്റെയും 22nd വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷൻ, രണ്ടുപേരും അവിടെ ഇവിടെ ആയതുകൊണ്ട് വല്ലാണ്ട് സെലിബ്രേഷൻസ് ഒന്നും ഇല്ല. ഫുഡ് കഴിക്കാൻ പോകണം നൈറ്റ്, പിന്നെ ഒരു കേക്ക് കട്ടിങ് ഉണ്ട്, പിന്നെ ബാക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് വരും. അതെ, അച്ഛന് സർപ്രൈസ് ആയിട്ട് അമ്മ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് വഴിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുടെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ തിരിച്ച് അച്ഛനൊരു സർപ്രൈസ്, ചെറിയൊരു സർപ്രൈസ് അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളോടാണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തലേദിവസം ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് വരും. വിശ്വ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് പാട്ട് പറയും. അങ്ങനെ പാട്ട് വെച്ച് അവൾ ഒറ്റയ്ക്ക് കളിക്കും. അവളുടെ കൂടെ കളിക്കാൻ അമ്മേനെയാണ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. അമ്മ അവിടെ അടുക്കളയിൽ എന്തെങ്കിലും വർക്കിലാണെങ്കിലും അമ്മേനെ അപ്പം വിളിച്ചുകൊണ്ടിരിക്കുക. അവളുടെ കൂടെ അവളെ അമ്മ എപ്പോഴും കളിക്കണം. അപ്പം അങ്ങനെ ഇന്ന് നല്ല ഗംഭീര കളിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ക്ലിപ്സ് ഉണ്ട്, അത് കണ്ടിട്ട് വരും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ കേക്ക് കട്ടിങ് നടക്കാൻ പോവാണ്. അച്ഛനെ വിളിക്കുന്നുണ്ട്. ഇനി കേക്ക് മുറിക്കും. നമ്മൾ ഡ്രീം കേക്ക് മതി വേണ്ട ഇവര് പറഞ്ഞു കേട്ടോ. ഞങ്ങള് ആർക്കാദ്യം വേണ്ട? ഹലോ, അതെ അതെ. എന്തായാലും രാവിലെ കേക്ക് മുറിച്ചിട്ട് അവിടെ കഴിച്ചല്ലോ. എന്നാ സച്ചുവിന് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ തന്നെ കഴിക്കല്ലേ? സൂപ്പർ, ഉണ്ടാക്കി വെക്കല്ലോ, സൂപ്പർ. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് നമ്മുടെ കേക്ക് കഴിച്ചിട്ട് ഇപ്പൊ പുറത്തുനിന്നുള്ളൊരു കേക്ക് കഴിക്കുമ്പോ എന്തോ ടേസ്റ്റിന് വ്യത്യാസം തോന്നുന്നുണ്ട്. അതോ ഈ കേക്കാണ് മസ്റ്റ് ട്രൈ. അതെ, ഡ്രീം കേക്ക്. ഇനി വേണം, ഇനി ഇപ്പൊ ഇല്ല. ഈ ഡ്രീം കേക്ക് അമ്മ കഴിക്കും, പക്ഷെ കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഏതായാലും ഒരെണ്ണം കൂടി ഉണ്ടാക്കി കഴിച്ചിട്ട് അവിടെ വയ്ക്കാം. വേണം വേണ്ട? അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ടി ആൻഡ് ടീയിലേക്കാണ് പോകുന്നത്. അപ്പൊ ആളുടെ വകയാണ് ഫുൾ ചെലവ് അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ 2 വണ്ടി സ്കൂട്ടിയിലായിട്ടാണ് പോകുന്നത്. ഒന്നിൽ ഞങ്ങളുണ്ട്, ഒന്നിൽ അവരും ഉണ്ട്. അപ്പം ഞങ്ങൾ ടി ആൻഡ് ടീയിലെത്തി. സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. 5 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റ് അവിടെ സെറ്റാക്കി കഴിഞ്ഞാൽ വിളിക്കാന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അവിടെ പോയിട്ട് ഓർഡർ ചെയ്തു. ഒരു 1.5 ഷവായും പിന്നെ കുബൂസ്. അമ്മ കുബൂസ് കഴിക്കില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് അറബിക് റൈസ്, ഒരു ബൗൾ അറബിക് റൈസ് ഓർഡർ ചെയ്തു. പിന്നെ 2 റോ മാംഗോ സാലഡും മേടിച്ചു. ഞാൻ മാത്രമേ മൊയ്റ്റോ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അതിന് ടേസ്റ്റ് അവിടുത്തെ പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അത് കാരണം ഇവർ 3 പേരും വീണ്ടും അത് ഓർഡർ ചെയ്തു. ഇത് വന്നിട്ട് 19 മൈൽ SRK നഗറിലാണ്.
ഹലോ, അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വന്നു. ഫുഡ് ഒരു രക്ഷയില്ല. മാങ്ങയും മാംഗോ സാലഡ്, പൈനാപ്പിളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതെ, പിന്നെ ഷവായി നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു, ജ്യൂസി ആയിരുന്നു, സർവീസ് അടിപൊളിയായിരുന്നു എല്ലാം. പിന്നെ രണ്ടാള് സൈഡായി. ഇപ്പൊ തന്നെ ആദർശ് അവിടെ കടന്നു, പിന്നെ അമ്മമ്മയും പോയി കടന്നു. അങ്ങനെ രണ്ടാള് സൈഡായിട്ടുണ്ട്. അവിടെ കിടക്കുന്നത് നല്ല ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വെഡിങ് ഡേയുടെ വിശേഷങ്ങള്. സർപ്രൈസ് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാറുണ്ട്. അതില് ഇപ്പോ ഈ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ. അത് ഏട്ടന് നന്നായി ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. എനിക്കും സർപ്രൈസ്. ഞാൻ ഇവരുടെ കൂടെ എപ്പോഴും പോകാറുള്ളത് ഒറ്റപ്പാലൊക്കെ. ഇവരിന്നെ തലേ ദിവസം കൊണ്ടുപോകാതെ പോയി 3 നാളും കൂടി പോയി ഗിഫ്റ്റൊക്കെ ഒരുക്കി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഏട്ടൻ്റെ നല്ല ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനൊക്കെ പറ്റിയത് ഞങ്ങൾക്ക് രാത്രിയായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ വെഡിങ് ഹാപ്പി ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള വർഷങ്ങളും ഇതുപോലെ തന്നെ കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.